മലപ്പുറം പൊന്നാനിയിൽ ലക്ഷങ്ങളുടെ മയക്കുമരുന്നു വേട്ട എന്ന വാർത്തയാണ്. എക്സൈസും IBയും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ 305 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. പൊന്നാനി മാറഞ്ചേരി സ്വദേശി കൈപ്പള്ളിയിൽ വീട്ടിൽ മുഹമ്മദ് ബഷീർ, പട്ടാമ്പി എറവക്കാട് സ്വദേശി മങ്ങാടിപ്പുറത്ത് വീട്ടിൽ സാബിർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മലപ്പുറത്തും സമീപ ജില്ലകളിലും MDMA മൊത്തവിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായിരിക്കുന്നത്. അഷ്കർ, ആ വാർത്ത കൂടി ഒന്ന് പങ്കുവയ്ക്കൂ. ഇത് മയക്കുമരുന്ന് വലിയ രീതിയിൽ മൊത്തവിൽപ്പന നടത്തുന്ന ഒരു വലിയ റാക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിൽപ്പെട്ട ചിലരെയാണ് പിടികൂടിയത്. വലിയ റാക്കറ്റിലേക്ക് എത്തുമോ അന്വേഷണം? അരുൺ, തീർച്ചയായും. കാരണം മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലായി ഈ മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന MDMA വിൽക്കുന്ന, അതിനെ മൊത്ത വ്യാപാരം നടത്തുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ, അതിലെ പ്രധാനികളെയാണ് ഇപ്പോൾ എക്സൈസിന് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡും അതുപോലെ തന്നെ മലപ്പുറം IBയും പൊന്നാനി എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയാണ് ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് രണ്ടുപേരും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് 305 ഗ്രാം MDMA ആണ്. വിപണിയിൽ 3000 മുതൽ 4000, 5000 ഒക്കെ രൂപയ്ക്കാണ് ഈ സംഘം MDMA വിൽപ്പന നടത്തിയിരുന്നത്. അഥവാ പിടികൂടി MDMAക്ക് മാത്രം 1 കോടിയോളം രൂപ വിലമതിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ പൊന്നാനിൽ വെച്ചിപ്പോൾ സംയുക്തമായി എക്സൈസ് സ്ക്വാഡ് നടത്തിയിരിക്കുന്നത്. 305 ഗ്രാം MDMA. ഇതിൽ 2 പേർ, ഇവർക്കെതിരെ നേരത്തെയും നിരവധി കേസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സ്ക്വാഡിന് അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിനും സംയുക്തമായി ഇതിന്റെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ ഇവരെ ഈ എക്സൈസ് സംഘം കുടുക്കുകയായിരുന്നു. ഈ പിടികൂടുന്ന സമയത്തും ഇവരുടെ പക്കൽ 305 ഗ്രാം MDMA ഉണ്ടായിരുന്നു. അതിലൊന്ന് പൊന്നാനി മാറാഞ്ചേരി കൈപ്പള്ളിൽ സ്വദേശി ബഷീറും അതുപോലെ തന്നെ പട്ടാമ്പി എറവക്കാട് മങ്ങാടിപ്പുറത്ത് വീട്ടിൽ സാബിർ എന്നീ ഈ 2 പേരെയാണ് ഇപ്പോൾ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അരുൺ.